പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന ഒരു സ്വയം വിലയിരുത്തലാണ്. യൂദായിലെ സകല ജനങ്ങളും ജെറുസലേം നിവാസികളും പ്രഭുക്കന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഞങ്ങളെല്ലാവരും ലജ്ജിതരാണ് എന്ന് പറയുന്നു. കാരണം ഞങ്ങൾ പാപം ചെയ്തു, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി, അവിടുത്തെ കൽപ്പനകൾ പാലിച്ചില്ല, അവിടുത്തെ സ്വരം ശ്രവിച്ചില്ല, അവിടുന്ന് അയച്ച പ്രവാചകന്മാരുടെ സ്വരം ശ്രവിച്ചില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കുന്ന വ്യക്തികളായി ഞങ്ങൾ മാറി, വിഗ്രഹാരാധകരായി മാറി, അന്യദേവന്മാരുടെ പിറകെ പോകുകയും തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരുമായി എന്ന് പറയുകയാണ്. ഒരു സ്വയം വിലയിരുത്തൽ. പ്രിയപ്പെട്ടവരെ, ഈ സ്വയം വിലയിരുത്തലാണ് ഒരുവനെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. അനുതപിക്കാത്ത നഗരത്തെക്കുറിച്ചാണ് കർത്താവ് ഇന്ന് ദുരിതമെന്ന് പറഞ്ഞ് അവരെ ശപിക്കുന്നത്, അവരുടെ മേൽ ദുരിതം പ്രഖ്യാപിക്കുന്നത്. ബെത്സൈദ, കൊറോസിൻ, നിനക്ക് ദുരിതം എന്ന് കർത്താവ് പറയുകയാണ്. അവരിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെട്ടിട്ടും അവരൊരിക്കലും മാനസാന്തരപ്പെട്ടില്ല, പശ്ചാത്തപിച്ചില്ല. അനുതപിക്കുവാനായിട്ട് തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ ദുരിതം അവരുടെ മേൽ കർത്താവ് പ്രഖ്യാപിക്കുന്നത്. കർത്താവ് പറയുകയാണ്, കഫർനാമേ, നീ ആകാശത്തോളം ഉയർന്നിരിക്കുന്നുവോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ഇന്ന് കഫർനാമിൻ്റെ സ്ഥിതി എല്ലാം ഇടിച്ചു നിരത്തപ്പെട്ട ഒരു സ്ഥിതിയാണെന്നാണ് പറയുന്നത്. പഴയ കാലത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും ഇന്നും ഒരു സാക്ഷ്യമായിട്ട് കഫർനാമിൽ ഉണ്ടെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ശാപം അക്ഷരാർത്ഥത്തിൽ ആ പ്രദേശത്ത് പതിച്ചതിൻ്റെ ഒരു തെളിവാണത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ ഒന്ന് സ്വയം വിലയിരുത്തിയാൽ പലപ്പോഴും നമ്മളിങ്ങനെ ഉയർന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പാപത്തിൻ്റെ കൂമ്പാരം ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ് ആകാശത്തോളം. അഹങ്കാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ ഒക്കെ ഇങ്ങനെ വളർന്ന് വലുതായി ആകാശം മുട്ടെ ഒരു ശക്തിക്കും ഉച്ചാടനം ചെയ്യാത്ത രൂപത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ട് നമ്മളും പലപ്പോഴുമൊക്കെ ഇരിക്കാറുണ്ട്. ഇന്നത്തെ വായന പറയുന്നത് പോലെ നമ്മളൊന്ന് സ്വയം വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്കും അനുതാപത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ദിവ്യബലിയിൽ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ആവശ്യപ്പെടുന്ന ആ ഒരു പശ്ചാത്താപം നമ്മുടെ മനസ്സിലും ഉടലെടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞും ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ടും ഈ ദിവ്യബലിക്കായിട്ട് നമുക്കൊരുങ്ങാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കുറിച്ച്, തെറ്റുകളെയും കുറിച്ച്, കർത്താവിൽ നിന്ന് അകന്നുപോയ എല്ലാ അവസരങ്ങളെയും ഓർത്ത് നമുക്ക് മനംനൊന്ത് പൂർണ്ണ മനസ്സോടെ നമുക്ക് പശ്ചാത്തപിച്ച് ഈ ദിവ്യബലിക്കായിട്ട് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും